LDFിലെ 2 രാജ്യസഭാ സീറ്റുകൾ CPIക്കും കേരള കോൺഗ്രസിനും നൽകി ത്യാഗം സഹിച്ചതിനു പിന്നിൽ എന്താകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. CPM സാധാരണ രീതിയിൽ ഇത്തരം സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് അപൂർവമാണെങ്കിലും 2000-ൽ മറ്റോ RSPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പിന്നീട് CPM ആ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഏറെക്കാലത്തിനു ശേഷമാണ്, ഏകദേശം കാൽ നൂറ്റാണ്ടിന് ശേഷവുമാണ്. അപ്പോൾ എന്തായിരിക്കും CPMനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തങ്ങൾക്കുണ്ടായിരുന്ന ഇളമരം കരീമിൻ്റെ വേക്കൻസിയിൽ ഒഴിവ് വന്നിരിക്കുന്ന സീറ്റുകൾ 2-ൽ-1 എടുക്കാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തത് എന്തുകൊണ്ടായിരിക്കും? ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദമുണ്ടെന്ന് CPIM CPAയെ അറിയിച്ചിരുന്നു. കേരള കോൺഗ്രസ് മുന്നണി വിട്ടേക്കുമെന്ന ചർച്ചകൾ സജീവമായതോടെ CPIM വഴങ്ങുകയായിരുന്നു. PP സുനീറും ജോസ് കെ മാണിയുമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ. PP സുനീറിനെ തെരഞ്ഞെടുത്തതിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തന്നെ എതിർപ്പുമുണ്ട്. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവിൻ്റെ പേരും ഒരു വിഭാഗം നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു. ന്യൂനപക്ഷ നേതാവെന്ന പരിഗണനയാണ് സുനീറിന് തുണയായത്. ശ്രീജിത്ത് നൽകും എന്താണ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് LDFിൽ സംഭവിച്ചത് എന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് 2 വിഷയങ്ങളായി സമീപിക്കാം. ഒന്ന്, CPM എന്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തങ്ങളുടെ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകി? നമുക്ക് ആദ്യം അതിലേക്ക് വരാം. ഈ തിരഞ്ഞെടുപ്പിലെ വിജയം മറ്റൊന്നായിരുന്നെങ്കിൽ, ഇപ്പോൾ 18 സീറ്റ് LDF കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ CPM ഈ നിലപാടെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ശ്രീജിത്ത് പ്രതീക്ഷിക്കുന്നത്? എന്തുകൊണ്ട് CPM സീറ്റ് വിട്ടുകൊടുത്തു? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളുടെ ആദ്യത്തെ സൂചനയാണ്. CPMന്റെ ഈ വഴങ്ങൽ, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങൽ, അവർക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് CPM എത്തിയത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏൽപ്പിച്ച ആഘാതം കൊണ്ടാണ്. ഇതൊരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് CPM വഴങ്ങുകയായിരുന്നു. ഇതിനു മുമ്പ് ഇത്തരമൊരു ചരിത്രമുണ്ടായിട്ടുള്ളത് 2000-ൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് CPM സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ GCDA ചെയർമാനും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ K ചന്ദ്രപിള്ളയെ പ്രഖ്യാപിച്ചു. എന്നാൽ ആ പ്രഖ്യാപനത്തിൽ നിന്ന് CPMന് പുറകോട്ട് പോകേണ്ടി വന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ സീറ്റ് കിട്ടിയേ തീരുവെന്ന് കടുംപിടുത്തം പിടിച്ചു. അങ്ങനെയാണ് CPIക്ക് ആ സീറ്റ് നൽകേണ്ടി വന്നത്. പിന്നീട് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ 99-ൽ കൊല്ലം സീറ്റ് പിടിച്ചെടുത്തപ്പോൾ RSPക്ക് പകുതി ടൈം, രാജ്യസഭയുടെ പകുതി ടൈം നൽകാമെന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രേമേന്ദ്രൻ പകുതി ടൈമിലേക്ക് രാജ്യസഭയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM വിട്ടുവീഴ്ച ചെയ്യുന്നത് അപൂർവമാണ്. അത്തരമൊരു അപൂർവമായ രാഷ്ട്രീയ കാഴ്ചയ്ക്കാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത്. ഇതിന് കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഈ തിരിച്ചടിയുടെ ആഘാതത്തിൽ CPMനും വലിയ തോതിലുള്ള വിലപേശ ശക്തി ഇല്ല. മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചത് എന്ന വിമർശനം ഘടകകക്ഷികൾ ഉറക്കെ പറയുന്നുണ്ട്. അത് അവരുടെ പാർട്ടി ഫോറങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനി പരസ്യമായി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അടക്കമുള്ളവയ്ക്ക് തടയിടുക എന്നതുകൂടിയാണ് ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് നിർത്തുക എന്നതിന്റെ ഒരു രീതി കൂടിയാണ് ഇതുണ്ട്. ഒറ്റ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതായത് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനം നടന്നു. എന്നാൽ വിശദമായ ഒരു അവലോകനത്തിലേക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് പോയില്ല. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ചെറിയതായി ചർച്ച നടന്നപ്പോൾ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്, നമുക്ക് പിന്നീട് വിശദമായി ഇത് ചർച്ച ചെയ്യാം. 26-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവും 27, 28 തീയതികളിൽ സംസ്ഥാന കൌൺസിലും വിളിച്ച് അതിനു മുമ്പ് ജില്ലകളിൽ ഈ ഫലം വിശദമായി പഠിക്കട്ടെ. ഈ പഠനം കഴിഞ്ഞ് വന്ന് 26-നും 27-നും 28-നും ഇത് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് ഒരു ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവതരമായ ചർച്ചയുടെ സ്വഭാവം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുക എന്നൊരു തന്ത്രം CPIയും പ്രയോഗിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു വിശദമായ ചർച്ച നടന്നാൽ ആ ചർച്ചയിൽ കാര്യമായ വിമർശനങ്ങൾ, സർക്കാരിന്റെ തിരുത്തൽ അടക്കമുള്ള ആവശ്യപ്പെടുന്ന നടപടികൾ ഉണ്ടാകും. കാരണം CPIയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൌൺസിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രി നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യം CPI കാണിക്കണം തുടങ്ങിയ ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകൾ കൂടി തടയിടുക, ഘടകകക്ഷികളെ അനുനയിപ്പിക്കുക എന്നൊരു തന്ത്രം കൂടി ഈ വിട്ടുവീഴ്ചയ്ക്ക്, ഈ വഴങ്ങലിന് പിന്നിലുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറ്റൊന്നായിരുന്നെങ്കിൽ, നമ്മൾ പറഞ്ഞതുപോലെ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ, CPM ഒരു പാഠം പഠിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുന്നണി ബന്ധത്തിൽ ഈ വലിയ ത്യാഗത്തിന് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ക്രിസ്തീയ വോട്ട് ബാങ്കുകൾ അത് കോട്ടയം മേഖലയിൽ നിന്ന് ചോർന്നു പോകുന്നതിൽ CPMന് വലിയ ആശങ്കയുമുണ്ട്. അത് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നതും. നമുക്ക് നോക്കാം രണ്ടാമത്തെ വിഷയത്തിലേക്ക് എത്തിയാൽ. ശ്രീജിത്ത്, CPIയിൽ കഴിഞ്ഞ തവണയും പ്രകാശ് ബാബുവിൻ്റെ പേര് നമ്മൾ കേട്ടു, പക്ഷേ പരിഗണിച്ചില്ല. ഇത്തവണയും പ്രകാശ് ബാബുവിൻ്റെ പേര് കേട്ടു, ഇത്തവണയും പരിഗണിക്കുന്നില്ല. PP സുനീറിൻ്റെ പേര് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ തവണ CPIയിൽ കാനം രാജേന്ദ്രന് ശേഷം PP സുനീറിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടതാണ്. പക്ഷേ PP സുനീർ ഒഴിയുകയും അവിടെ ബിനോയ് വിശ്വത്തിൻ്റെ പേര് പരിഗണിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്രകാശ് ബാബുവിനെ പരിഗണിക്കാത്തത്? ഇത്രയും മുതിർന്ന നേതാവായിട്ടും പ്രകാശ് ബാബുവിന് വേണ്ടത്ര പിന്തുണയോ പരിഗണനയോ പാർട്ടിയിൽ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് രാജ്യസഭാംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ടേം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് പി സുനീറിലേക്കാണ് പോയിരിക്കുന്നത്. പി സുനീർ ഒരു ന്യൂനപക്ഷ മുഖമാണ് എന്നത് മാത്രമാണോ CPI പി സുനീറിലേക്ക് എത്താനുള്ള കാരണം? അരുൺ, ഈ CPIക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന വിഭാഗീയമായ ചേരിതിരിവാണ് പ്രകാശ് ബാബുവിന്റെ രാജ്യസഭാ സീറ്റ് തട്ടിക്കളഞ്ഞത് എന്ന കാര്യം നിസ്സംശയം പറയാം. ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വളരെ ആസൂത്രിതമായി വളരെ ഏകോപനത്തോടുകൂടി പഴയ കാനം പക്ഷം പി സുനീറിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് ഈ പി സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത്. അതിനായി അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ മുസ്ലിം ന്യൂനപക്ഷ മുഖമാണ്, മുസ്ലിം കേഡറാണ്, പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം കേഡർ എന്ന നിലയ്ക്ക് പി സുനീറിനെ പരിഗണിക്കണം. മാത്രമല്ല, കാനം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന ആലോചന കൂടി ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പഴയ കാനം പക്ഷക്കാരെ വൈകാരികമായി ഈ തീരുമാനത്തോട് അടുപ്പിക്കുന്ന ഒരു തന്ത്രപരമായ സമീപനവും ബിനോയ് വിശ്വം ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ചു. ബിനോയ് വിശ്വം ഈ നിർദ്ദേശം വെച്ചതിന് പിന്നാലെ 2 മന്ത്രിമാർ കെ രാജൻ, പി പ്രസാദ്, ഒപ്പം തന്നെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി തുടങ്ങിയ ആളുകൾ ഒരേ സ്വരത്തിൽ ഏതാണ്ട് ബിനോയ് വിശ്വത്തിന്റെ അതേ ഭാഷയിൽ തന്നെ പി സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന വാദഗതി ഉന്നയിച്ചു. അപ്പോൾ കാനം പക്ഷത്ത് ഒരു ആലോചന നടന്നു, ഒരു ഏകോപനം നടന്നു, ഒരു ആസൂത്രണം നടന്നു എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നലത്തെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ മുല്ലക്കര രത്നാകരനാണ് കെ പ്രകാശ് ബാബുവിന്റെ പേര് ബദലായി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വെച്ചത്. ആ നിർദ്ദേശത്തെ ഈ അസിസ്റ്റന്റ് സെക്രട്ടറിയും കാഞ്ഞങ്ങാട് MLA-യുമായ ഇ ചന്ദ്രശേഖരൻ പിന്തുണച്ചു. പിന്നാലെ കിളിമാനൂരിൽ നിന്നുള്ള പഴയ MLA എൻ രാജൻ പിന്തുണച്ചു. ഒപ്പം തന്നെ മന്ത്രി GR അനിലും പിന്തുണച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കാവുന്ന ഒരു നേതാവെന്ന നിലയിൽ കെ പ്രകാശ് ബാബുവിനെ രാജ്യസഭാംഗമാക്കുന്നതാണ് ഉചിതമായ നടപടി എന്നായിരുന്നു GR അനിലിന്റെ പ്രതികരണം. ഇത്തരത്തിൽ വളരെ ഗൗരവതരമായ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ ഇതിനകം നടന്നു. എന്നാൽ മുസ്ലിം കേഡർ എന്ന നിലയ്ക്ക് കെ ഇസ്മലിന് ശേഷം പാർട്ടിയുടെ നേതൃതലത്തിലുള്ള ഒരു മുസ്ലിം കേഡർ എന്ന നിലയ്ക്ക് അത് പി സുനീറിനെ പരിഗണിക്കണം എന്നായിരുന്നു ഈ നേതൃത്വത്തിന്റെ ഉറച്ച വാദം. അങ്ങനെയാണ് സുനീർ ഈ രാജ്യസഭയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. എന്നാൽ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചേരിതിരിവുണ്ട്. അത് നീറിപ്പുകയുക തന്നെ ചെയ്യും. 2008 സമാനമായ ഒരു സംഭവം CPIക്കകത്ത് നടന്നു. അതാണ് പിന്നീട് CPIക്കകത്തെ വിഭാഗീയത മറന്നീക്കി പുറത്തു കൊണ്ടുവന്നത്. 2008 MP അച്യുതനെ രാജ്യസഭാംഗമാക്കുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായി പരിഗണിക്കപ്പെട്ടിരുന്നത് കാനം രാജേന്ദ്രന്റെ പേരായിരുന്നു. എന്നാൽ നാടകീയമായി MP അച്യുതന്റെ പേര് ഇസ്മയിൽ വിഭാഗം വെളിയം ഭാർഗവന്റെ പിന്തുണയോടുകൂടി അവതരിപ്പിച്ചു. അങ്ങനെ MP അച്യുതൻ രാജ്യസഭയിലേക്ക് പോയി. പിന്നീടുണ്ടായ വിഭാഗീയതയാണ് വെളിയം ഭാർഗവനെ ടേം തീരുന്നതിന് മുമ്പ് മാറ്റുന്നതിലേക്കും ചന്ദ്രപ്പനെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിക്കുന്നതിലേക്കും എത്തിയത്. അതുകൊണ്ട് CPIയിലെ വിഭാഗീയ ചരിത്രത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. വളരെ വിശദമായി തന്നെ ശ്രീജിത്ത് എന്താണ് LDFിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നത് വിശദീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത്. അതിൽ CPM വീണ്ടും വിചാരം നടത്തിയപ്പോൾ മനസ്സിലായത് ആ സീറ്റ് CPMന് കൈവശം വയ്ക്കാമെന്നാണ്. ആരും കുറ്റം പറയില്ല. പക്ഷേ അപ്പോൾ CPIക്കോ കേരള കോൺഗ്രസ് മാണിയോ ഇതിൽ നിന്ന് ചോയ്സിലേക്ക് എത്തേണ്ടി വരും. രണ്ടുപേരും കടുപിടുത്തം പിടിച്ചു. അതിൽ പ്രത്യേകിച്ച് 2 പാർലമെന്റ് സീറ്റുകളുമായിട്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് വരുന്നത്. ലോക്സഭയിൽ തോമസ് ചാഴികാടനുണ്ട്, രാജ്യസഭയിൽ ജോസ് കെ മാണിയുണ്ട്. LDFിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം 2 സീറ്റുകളും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അത് ന്യായമായ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് CPMന് തോന്നി. അപ്പോൾ CPMന് CPIയെ ബുദ്ധിമുട്ടിക്കാതെ തങ്ങളുടെ കൈവശമുള്ള സീറ്റ് എടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. അതൊരു മികച്ച ജനാധിപത്യ മാതൃകയാണ്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2009-ലും 2010-ലും യഥാക്രമം RSPക്കും CPIക്കും വേണ്ടി ഇത്തരം വിട്ടുവീഴ്ചകൾ CPM ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ കാണുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് CPM മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു.